ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി IT ഇൻഡെക്സ് ഇടിഞ്ഞത് ഓൾമോസ്റ്റ് 3.4% ആണ്. അതിന് തൊട്ട് മുന്നത്തെ ദിവസം ടെക് ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള നാസ്ഡാക്ക് കോമ്പോസൈറ്റ് ഇടിഞ്ഞത് ഓൾമോസ്റ്റ് 5% ആണ്. അപ്പോൾ എന്താണ് IT സ്റ്റോക്കുകൾ തകർന്നടിയാനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ സമയത്ത് സ്വീകരിക്കേണ്ട സ്ട്രാറ്റജികൾ, അല്ലെങ്കിൽ പേഴ്സണലി ഞാൻ അക്യുമുലേറ്റ് ചെയ്യുന്ന IT സ്റ്റോക്കുകൾ, അതായത് മാർക്കറ്റ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി IT ഇൻഡെക്സ് തകർന്നടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പേഴ്സണലി ഞാൻ അക്യുമുലേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിങ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ IT സ്റ്റോക്കുകളെല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്. പല സ്റ്റോക്കുകളും 30 to 40% ഡിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും ഡിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് IT സ്റ്റോക്കുകൾ ഇടിയുന്നതിനുള്ള കാരണം? നേരത്തെ പറഞ്ഞു 3.4% ആണ് നിഫ്റ്റി IT ഇൻഡെക്സ് ഇടിഞ്ഞത്. അതുപോലെ തന്നെ 5%-ലധികമാണ് നാസ്ഡാക്ക് കോമ്പോസൈറ്റ് ഇടിഞ്ഞത്. അപ്പോൾ എന്താണ് കാരണങ്ങൾ? ഒരുപക്ഷെ നിങ്ങൾ ഏവരും കേട്ടിരിക്കും, ഫെഡ് റേറ്റ് ഹൈക്ക് തുടരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റീസെൻ്റ്ലി പുറത്തു വന്ന US-ലെ ഇൻഫ്ലേഷൻ ഡേറ്റ അത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് നൽകുന്നത്. ഒരു റിസഷൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് ആ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ ഒരു സൂചന നൽകുന്നത്. US, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇൻഫ്ലേഷൻ കൂടിക്കൂടി വരികയാണ്, അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പം കൂടിക്കൂടി വരികയാണ്. തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കൂടുന്നതെന്ന് പറയുന്നത് റിസഷൻ്റെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റിസഷൻ വന്നാൽ US അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ റിസഷൻ വന്നാൽ അതെങ്ങനെയാണ് ഇന്ത്യൻ കമ്പനികളെ ബാധിക്കുക? കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്ത്യൻ IT കമ്പനീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ US അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു റിസഷൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു നാണ്യപ്പെരുപ്പം വന്നാൽ അത് എങ്ങനെയാണ് ഇന്ത്യൻ IT കമ്പനികളെ ബാധിക്കുക? വളരെ രസകരമായ ചോദ്യമാണല്ലേ. വളരെ സിമ്പിളാണ്. ഇന്ത്യൻ IT കമ്പനീസ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളെയാണ്. അപ്പോൾ ഒരു റിസഷൻ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ US-ൽ റിസഷൻ വരികയാണെങ്കിൽ US-ലുള്ള എല്ലാ കമ്പനികളെയും അത് ബാധിക്കും അല്ലേ. അപ്പോൾ ആ US-ലെ കമ്പനികളെ അല്ലെങ്കിൽ ആ US-ലെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ HCLTechും വിപ്രോയും എംഫാസിസും അതുപോലെ തന്നെ കോഫോജും എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു റിസഷൻ വരികയാണെങ്കിൽ, അവിടുത്തെ ബിസിനസ്സിന് ഒരു പാളിച്ച വരികയാണെങ്കിൽ, തകർച്ച വരികയാണെങ്കിൽ, നമ്മൾ ഇന്ത്യൻ കമ്പനികൾ അവർ IT ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ IT സർവീസിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് വിഹിതം കുറയ്ക്കും. ഒരുപക്ഷെ അതിൽ നിന്നും ഫോർകാസ്റ്റ് ചെയ്യുന്ന റവന്യൂവിൻ്റെ അളവ് കുറയും, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ റീറ്റെയിലേഴ്സ് ആയാലും അതുപോലെ തന്നെ FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഈ സ്റ്റോക്കുകളിൽ മേലുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയ്ക്കും. തീർച്ചയായിട്ടും അവർ FPI ഇൻഫ്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി IT സ്റ്റോക്കുകളിലോട്ട് വരുന്ന FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദേശ ബ്രോക്കറേജുകളെല്ലാം തന്നെ IT സെക്ടേഴ്സിനെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. പല IT സ്റ്റോക്കുകളുടെയും പ്രൈസ് ടാർഗറ്റ് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ IT ഇൻഡെക്സ് എന്ന് പറയുന്നത്, നിഫ്റ്റി IT ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്രധാനമായും 10 കമ്പനികൾ ഉൾക്കൊള്ളുന്നതാണ്. ഇൻഫോസിസ്, L&T ടെക്, കോഫോജ്, TCS, L&T ഇൻഫോടെക്, എംഫാസിസ്, ടെക് മഹീന്ദ്ര, മൈൻട്രി, HCLTech, വിപ്രോ, ഈ 10 കമ്പനികൾ ചേർന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ നിഫ്റ്റി IT ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻഫോസിസ് കഴിഞ്ഞ സെപ്റ്റംബർ 16-ന് 4.5% ഇടിഞ്ഞത്. L&T ടെക് എന്ന് പറയുന്നത് 4.3%, TCS ആൾമോസ്റ്റ് 3.4% ഇടിഞ്ഞു, കോഫോജ് ആൾമോസ്റ്റ് 3.8%, HCLTechലോട്ട് വരികയാണെങ്കിൽ ആൾമോസ്റ്റ് 2.4% ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞു. വിപ്രോ ആൾമോസ്റ്റ് 1.5% ഇടിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കമ്പനികളെല്ലാം തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ട് സോണിലാണ്. എന്ന് വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലേഷൻ, തുടർച്ചയായിട്ടുള്ള റേറ്റ് ഹൈക്കുകൾ, അതുപോലെ തന്നെ വിദേശ ബ്രോക്കറേജുകൾ നമ്മുടെ IT സെക്ടറിനെ ഡൗൺഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സേഫ് സോണൊന്നുമല്ല. പക്ഷേ ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു തകർച്ച നൽകുന്നത്. വാരൻ ബഫറ്റിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി, ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. അതായത് മറ്റുള്ളവർ പേടിച്ച് വിറ്റൊഴിയുമ്പോൾ നമുക്ക് നല്ല നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടാം. അതുപോലെ തന്നെ മറ്റുള്ളവർ ഗ്രീഡി ആയിട്ട് മറ്റ് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിറ്റൊഴിഞ്ഞ് മാറിയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കണം നമ്മുടെ ഒരു സ്ട്രാറ്റജി. മികച്ച സ്റ്റോക്കുകൾ അതിൻ്റെ ഓരോ ഡിപ്പിലും ആഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഒരുപക്ഷെ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്.
അതുപോലെ തന്നെ ഈ ഒരു തകർച്ചയിൽ ഞാൻ അക്യുമുലേറ്റ് ചെയ്യുന്ന 3 സ്റ്റോക്കുകളുണ്ട്. ഞാൻ പല പ്രാവശ്യം എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. @സ്റ്റോക്ക് ഫണ്ട് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ trade4living എന്ന് സെർച്ച് ചെയ്യുക. അത്യാവശ്യം സ്വിംഗ് കോഴ്സുകൾ വല്ലപ്പോഴും ഞാൻ കൊടുക്കാറുണ്ട്. അതൊരു ടിപ്പോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാനിവിടെ കൊടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്. അതിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അത്യാവശ്യം എനിക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെടുത്തിട്ടുള്ള കോഴ്സ് അവിടെ അനലൈസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് HCL ടെക് ആണ്. HCL ടെക് ആൾമോസ്റ്റ് 1400 റേഞ്ചിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്നത് 900 റേഞ്ചിലാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യം വെച്ചിട്ട് ഇനിയും ഇടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററാണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 900 ലെവൽ മുതൽ ഓരോ ഡിപ്പിലും കുറേശ്ശെ ആഡ് ചെയ്യുക. മാക്സിമം ഒരു 800 ലെവലൊക്കെ പോയേക്കാം ഇൻ വേഴ്സ്റ്റ് കേസിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം വളരെ മികച്ച ഫണ്ടമെൻ്റൽസാണ് HCL ടെക്കിനുള്ളത്. ഒരുപക്ഷെ ഈ HCL ടെക്കിനെ കുറിച്ച് നമ്മൾ പല വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്നും മികച്ച റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഈ ഒരു അവസ്ഥയിൽ ഒരു 900 ലെവലിൽ നിന്ന് താഴോട്ട് ഓരോ ഡിപ്പിലും ആഡ് ചെയ്യുന്നത് ഒരു മികച്ച സാധ്യത തന്നെ നമുക്ക് തരും. മാർക്കറ്റ് ക്യാപ്പ് 2.43 lakh crores ആണ്. അതുപോലെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 897 ആണ്. ROCയും ROE ആൾമോസ്റ്റ് 20ക്ക് മേളിലുണ്ട്. ROCE 25.4, അതുപോലെ തന്നെ ROE എന്ന് പറയുന്നത് 22 ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി വളരെ മനോഹരമാണ്, 0.10 ആണ്. ഫ്രീ ക്യാഷ് ഫ്ലോ, അതാണ് ഏറ്റവും മനോഹരമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഫ്രീ ക്യാഷ് ഫ്ലോ ഫോർ 3 years എന്ന് പറയുന്നത് 44,740 crores ആണ്. അതുപോലെ തന്നെ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 2761 crores ആണ്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 22 ആണ്. EPS എന്ന് പറയുന്നത് 50. ലാസ്റ്റ് ഇയറിൽ 49.7 ആയിരുന്നു. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് EPS ക്വാർട്ടർ EPS എന്ന് പറയുന്നത് 16.1 ആണ്. തീർച്ചയായിട്ടും ഒരു ലോങ് ടേമിന് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രെൻഡ് ലൈനിൻ്റെ ഒരു പ്രൈസ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 1000 മേളിലാണ്, 1077, അതായത് ആൾമോസ്റ്റ് 1100 ആണ് അവർ പറയുന്ന ഒരു പ്രൈസ് ടാർഗറ്റ്. തീർച്ചയായിട്ടും ഈ ലെവലിൽ നിന്നും അത് പെട്ടെന്ന് മുന്നോട്ട് ഷൂട്ട് ചെയ്യണമെന്നില്ല. തീർച്ചയായിട്ടും ഇനിയും കുറേശ്ശെ ഒരു റിസഷൻ വരികയാണെങ്കിൽ ഇനിയും ഒരു 800 അല്ലെങ്കിൽ ഒരു 750 ലെവലിലേക്ക് പോയേക്കാം. അപ്പോൾ വളരെ പേഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ മികച്ചൊരു പോർട്ട്ഫോളിയോ കെട്ടിപ്പടുക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. എന്തായാലും പേഴ്സണലി ഞാൻ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് TCS ആണ്. നമുക്കറിയാം TCS എന്ന് പറയുന്നത് ഇപ്പോൾ ആൾമോസ്റ്റ് ഒരു 3000 റേഞ്ചിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ 2500 വരെ പോയേക്കാം. ഇനി ഒരു റിസഷനെ കുറിച്ചുള്ള ന്യൂസുകൾ വരികയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ റിസഷൻ തന്നെ വന്നാൽ ഒരുപക്ഷെ അത് 2000-ലോട്ടും പോയേക്കാം. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഓരോ ഡിപ്പിലും കുറേശ്ശെ ആഡ് ചെയ്താൽ ഒരുപക്ഷെ 4000 അല്ലെങ്കിൽ 5000 ടാർഗറ്റ് വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് ഒരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കും. എന്ന് പറയുന്നത് 28.4 ആണ്. ROCE 54.9, ROE എന്ന് പറയുന്നത് 43.6. അതുപോലെ തന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 1,02,564 crores ആണ്. നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് -1788 ആണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ഇതിലൊരു സ്റ്റോക്കിലൊരു ഡിപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വാല്യൂ ബൈ എന്ന നിലയിൽ നമുക്കിത് അക്യുമുലേറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് വിപ്രോ ടെക്നോളജീസ് ആണ്. വിപ്രോ ടെക്നോളജീസ് ആൾമോസ്റ്റ് 750 ലെവലിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്നത് 400 ആണ്. ആൾമോസ്റ്റ് 30-40% ഡിപ്പ് സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു മേജർ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ അക്യുമുലേറ്റ് ചെയ്താൽ അഗെയിൻ ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഒരുപക്ഷെ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയേക്കാം. എങ്കിലും ഒരു ലോങ് ടേം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഓരോ ഡിപ്പിലും കുറേശ്ശെ ആഡ് ചെയ്യുന്നത് നല്ലൊരു 50%-ലധികം റിട്ടേൺ കിട്ടാൻ നമ്മെ സഹായിക്കും. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കുക. ഇതൊരു ടിപ്പോ റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. അത്യാവശ്യം ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മനോഹരമായ ടെക് ലെവൽസും വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്ക് കുറച്ച് ഇമ്പ്രസീവായിട്ട് തോന്നുന്നു. ഒരുപക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ഓരോ ലെവൽസും കുറേശ്ശെ ആഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ചില സ്റ്റഡി കോഴ്സ് ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും
കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെയോ സെറോധയുടെയോ ഏഞ്ചലിൻ്റെയോ ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളെ ഞാൻ എൻ്റെ സ്റ്റഡി ഗ്രൂപ്പ്സിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.